HMPV അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസിനെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് വീഡിയോ ആണ്. സോ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസിൽ എല്ലാ വൈറൽ ഇൻഫെക്ഷനിലും റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷനിലും കാണുന്ന പോലെ തന്നെയാണ് സിംറ്റംസ് വരുന്നത്. അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ജലദോഷം, തുമ്മൽ, ചുമ, അതായത് സോർ ത്രോട്ട്, തൊണ്ടവേദന അല്ലെങ്കിൽ ശ്വാസമുട്ടലൊക്കെ അതിൻ്റെ സിവിയറിറ്റി കൂടുന്നതനുസരിച്ചിട്ടാണ് ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ബ്രെത്ത്ലെസ്നെസ് ഒക്കെ വരുന്നത്. അതുപോലെ ബോഡി പെയിൻ, തലവേദന, ക്ഷീണം, ചിലവർക്ക് ഛർദിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ്, അതായത് എല്ലാ കോമൺ റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷനെ പോലെ തന്നെയാണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസിൻ്റെയും സിംറ്റംസ്. പക്ഷേ ഇപ്പം ചെറിയ കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിൽ ഇത് വരുന്ന സമയത്താണ് ഇതിന് സിവിയറിറ്റി കൂടാൻ സാധ്യത കൂടുതൽ. സിവിയറിറ്റി കൂടുന്ന കണ്ടീഷനിൽ കോവിഡിനെ പോലെ തന്നെ, കോവിഡ് ന്യൂമോണിയ പോലെ തന്നെ ARDS, അതായത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്നൊരു രോഗാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും HMPV വരുന്ന എല്ലാ പേഷ്യൻസിനും അങ്ങനെ വരണമെന്നില്ല. ഇമ്മ്യൂണിറ്റി കുറവുമ്പോൾ, രോഗപ്രതിരോധ ശേഷി കുറവുമ്പോൾ, പ്രത്യേകിച്ചും ഏജ് കൂടിയ പേഷ്യൻസിൽ തന്നെ ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP ഇങ്ങനെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർട്ട് ഡിസീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉള്ള പേഷ്യൻസിനാണ് ഇത് വരുന്നതെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനാണ് ARDS പോലെയുള്ള അസുഖങ്ങൾ, സിവിയർ ആകുമ്പോഴാണ് ARDS പോലെയുള്ള അസുഖങ്ങൾ വരുന്നത്. അതുപോലെ കുഞ്ഞുങ്ങളിൽ ഇത് വരുമ്പോഴും അവരുടെയും രോഗപ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് തന്നെ അവർക്കും ARDSലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഒരു യങ് പേഷ്യൻറ്റിനാണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് HMPV ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ സാധാരണ ജലദോഷം പോലെ അല്ലെങ്കിൽ ഒരു ഏത് റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷനെ പോലെ അത് വന്ന് അതിൻ്റെ സിംറ്റംസ് ഒക്കെ വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ അത് തനിയെ തന്നെ സബ്സൈഡ് ആവും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ആൻറ്റിവൈറൽ മെഡിസിൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല, അതിൻ്റെ വാക്സിൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ്. അതായത് നമ്മൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടുള്ള ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. നമ്മൾ കോവിഡിലെ പോലെ തന്നെ ഇത് മാക്സിമം സ്പ്രെഡ് ആവാതിരിക്കാൻ നോക്കണം. നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണോ കോവിഡ് ന്യൂമോണിയ വന്ന സമയത്ത് എടുത്തിട്ടുള്ളത്, അതായത് മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ധരിക്കുക, മാസ്ക് ധരിക്കുക, അല്ലെങ്കിൽ പേഷ്യൻസുമായിട്ടുള്ള കോൺടാക്ട്സ് ഒഴിവാക്കുക. അങ്ങനെ ഒരു പേഷ്യൻസ് ഒരു കേസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഏതും ആയിക്കോട്ടെ, അങ്ങനെ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള കോൺടാക്റ്റ് നമ്മുടെ കൈ വാഷ് ചെയ്യുക, ഹാൻഡ് വാഷ് യൂസ് ചെയ്യുക, സാനിറ്റൈസ് യൂസ് ചെയ്യുക. കോവിഡിൽ നമ്മളെടുത്ത അതേ പ്രിക്കോഷൻസ് തന്നെയാണ് എല്ലാ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിലും നമ്മൾ കണ്ടത്. അപ്പോൾ കോവിഡ് പോലെ HMPV വൈറസിനെ, HMPV ഇൻഫെക്ഷനെ നമ്മൾ അത്രയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് എന്ന് പറയുന്ന വളരെ കോമൺ ആയിട്ട് ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കോസ് ചെയ്യുന്ന ഒരു വൈറസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ചെറിയ സിംറ്റംസ് മാത്രമായിട്ടും കൂടുതൽ പേഷ്യൻസിനും അങ്ങനെയാണ്, ചെറിയ സിംറ്റംസ് മാത്രമായിട്ടും വരാനുള്ള ചാൻസസ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഇമ്മ്യൂണിറ്റി കുറവുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ഏജ് കൂടിയ പേഷ്യൻസ്, അല്ലെങ്കിൽ ഏജ് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ വരുന്ന സമയത്താണ് സിവിയർ ആവാനുള്ള ചാൻസ് കൂടുതൽ. എന്നിരുന്നാലും കോവിഡിൻ്റെ അത്ര സിവിയർ ആവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിക്കോഷൻസ് എടുക്കുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ സ്പ്രെഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സ്പ്രെഡ് കുറയുമ്പോൾ തന്നെ ഒരു സീസൺ മാറുന്ന സമയത്ത് നമുക്ക് ആ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ തന്നെ നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പേഷ്യൻസ് നമ്മൾ എന്താ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കപ്പോഴും നമുക്കൊരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. നമ്മൾ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യാതിരിക്കാം. അത് എന്ത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണെങ്കിലും അപ്പം തന്നെ ഡോക്ടറെ കാണിച്ചത് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കുന്നത് നമ്മൾ തടയും.